നഗ്നനായി നടന്നിരുന്ന മനുഷ്യൻ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് എന്നത് ഒരു വലിയ ചോദ്യമാണ്. പക്ഷെ എന്നിരുന്നാലും എന്തിനാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്? കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന പക്ഷികളും മൃഗങ്ങളും ഇന്ന് വരെയും വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ മനുഷ്യൻ എത്ര ആയിരം അല്ലെങ്കിൽ എത്ര ലക്ഷം വർഷം മുമ്പ് മുതലാണ് വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്? എന്തിനാണ് അവർ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്? ആദ്യ മനുഷ്യരുടെ ആയുധങ്ങളും അതുപോലെ തന്നെ അവരുടെ അസ്ഥികൂടങ്ങളുടെയൊക്കെ ഫോസിലുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വസ്ത്രങ്ങൾ ഒരു പ്രശ്നമാണ്. കാരണം ഒരു കാലത്തിനപ്പുറം വസ്ത്രങ്ങൾ നിലനിൽക്കില്ല. അത് മണ്ണിൽ ജീർണിച്ചു പോകും. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങളുടെ ചരിത്രം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും ഗവേഷകർ അതിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തിനാണ് മനുഷ്യൻ നഗ്നത ഉപേക്ഷിച്ച് വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയത്? വസ്ത്രങ്ങളും മനുഷ്യൻ്റെ പരിണാമവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമസ്കാരം, എൻ്റെ പേര് അർഷദാലയൻ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തിനാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ മനുഷ്യന്മാർ, അതായത് ഹോമോ സാപ്പിയൻസ്, നമുക്ക് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു കാലം വരെ നമുക്ക് പാരലായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യവർഗമാണ് ഹോമോ നിയാൻഡർതാലിസിസ്. അതിനു മുമ്പ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമൺ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഹോമോ ഹൈഡൽബർഗൻസിസ്, അതിനു മുമ്പ് ഹോമോ ഇറക്ടസ്. ഇതിൻ്റെ എല്ലാം ബ്രാഞ്ചുകൾ കൂടിച്ചേർന്നിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതാണ് ഹോമോ ആൻഡസെസേഴ്സ്. അങ്ങനെ ഒരുപാട് മനുഷ്യവർഗ്ഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. നിയാൻഡർതാലുകളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഈ പറഞ്ഞ മനുഷ്യവർഗ്ഗങ്ങൾക്കൊക്കെ മുമ്പ് മനുഷ്യൻ മറ്റു മൃഗങ്ങളെപ്പോലെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയായിരുന്നു. 4 കാലിൽ നടക്കുന്ന, ശരീരം മുഴുവൻ രോമങ്ങളൊക്കെ ഉള്ളൊരു ജീവി. പിന്നെ പരിണാമത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ വെച്ച് 4 കാലിൽ നടന്നിരുന്ന മനുഷ്യൻ 2 കാലിൽ നടക്കാനും ശരീരത്തിലെ രോമത്തിൻ്റെ അളവ് കുറയാനുമൊക്കെ തുടങ്ങി. അങ്ങനെ 4 കാലിൽ നിന്നും 2 കാലിലേക്ക് മാറുമ്പോൾ ഇതിനെ ബൈപെഡലിസം എന്നാണ് പറയുന്നത്. ഇങ്ങനെ 2 കാലിലേക്ക് മാറുമ്പോൾ മനുഷ്യൻ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കും അങ്ങനെ ഒരുപാട്, അതായത് ഹോമോ ആൻസിസ്റ്റേഴ്സിൽ നിന്നും ഹോമോ നിയാൻഡർതാലിലേക്കും അതുപോലെ ഹോമോ സാപ്പിയൻസിലേക്കും എത്തി നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിരുന്നു. മനുഷ്യൻ്റെ ശരീരഘടനയിൽ, അതുപോലെ തന്നെ ജീവിതശൈലിയിൽ, ജീവിത രീതികളിൽ, മനുഷ്യൻ്റെ IQ ലെവലിൽ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഈ പരിണാമം ബാഹ്യമായ പരിണാമം മാത്രമായിരുന്നില്ല, മനുഷ്യൻ്റെ ജീനിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽപ്പെട്ടൊരു ജീനാണ് KRT41P. ഇത് കെരാട്ടിൻ്റെ സെക്രഷനെ സഹായിക്കുന്ന ഒരു ജീനാണ്. ഇതിൽ വന്ന ചില മാറ്റങ്ങൾ ശരീരത്തിലെ രോമങ്ങൾ കൊഴിഞ്ഞു പോകാൻ കാരണമായി. 16 ലക്ഷം വർഷം മുമ്പ് മുതൽ ഉണ്ടായിരുന്ന ഹോമോ ഇറക്ടസിലാണ് ഈ മാറ്റം വന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഹോമോ ഇറക്ടസിൽ 2,40,000 വർഷം മുമ്പാണ് ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഒരുപാട് രോമങ്ങൾ ഉണ്ടായിരുന്ന ഹോമോ ഇറക്ടസിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രോമങ്ങൾ കൊഴിഞ്ഞു പോവുകയും അവിടെ പാച്ചുകൾ ഉണ്ടാവുകയും അവിടെ പുതിയ സ്വെറ്റ് ഗ്ലാൻഡുകൾ ഫോം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇങ്ങനെ സ്വെറ്റ് ഗ്ലാൻഡിൽ നിന്നും പുറത്തു വരുന്ന വിയർപ്പ് മനുഷ്യൻ്റെ ശരീരത്തിലെ താപനില കുറക്കാൻ സഹായിച്ചു. വളരെ ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് ഇത് വളരെ ആശ്വാസകരമായിരുന്നു. ഇങ്ങനെ നാച്ചുറൽ സെലക്ഷൻ മൂലം ശരീരത്തിലെ രോമങ്ങൾ കൊഴിഞ്ഞ് അവസാനം ഈ നിലയിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ ഇന്ന് വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമേ മനുഷ്യന് രോമമുള്ളൂ. ഈ രോമങ്ങൾ കൊഴിയാൻ തുടങ്ങിയത് 2.5 ലക്ഷം വർഷം മുമ്പ് മുതൽ 3 ലക്ഷം വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അതിൽ ഇപ്പോഴുള്ള മനുഷ്യർ തന്നെ പല കാലാവസ്ഥകളിൽ ജീവിക്കുന്ന, വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വ്യത്യസ്ത രീതിയിലാണ് അവരുടെ ശരീരത്തിലെ രോമത്തിൻ്റെ വളർച്ച. അതിലൊരു ഉദാഹരണമാണ് ജപ്പാൻ, അതുപോലെ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ശരീരത്തിലെ രോമത്തിൻ്റെ അളവ് നമ്മളെക്കാളും കുറവാണ്. ശരീരത്തിലെ രോമങ്ങൾ കുറഞ്ഞതിന് പിന്നിൽ ഒരുപാട് ഹൈപ്പോത്തിസിസുകളുമുണ്ട്. പാരസൈറ്റ് ഹൈപ്പോത്തിസിസ്, വാട്ടർ ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെ ഫയർ ഹൈപ്പോത്തിസിസ് തുടങ്ങിയതൊക്കെ. പാരസൈറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ പാരസൈറ്റുകളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരിണാമത്തിലൂടെ ശരീരത്തിൻ്റെ രോമങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ ഫയർ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പെട്ടെന്ന് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി ശരീരത്തിലെ മെല്ലെ മെല്ലെ രോമങ്ങളുടെ അളവ് കുറഞ്ഞു എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിന് പുറമെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് വേണ്ടിയിരുന്നു. അതിലൊന്നാണ് വസ്ത്രങ്ങൾ. ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു ഒരു മൃഗങ്ങളും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്തത്. അതാണ് ക്ലോത്തിങ്, അതായത് പോർട്ടബിൾ തെർമൽ പ്രൊട്ടക്ഷൻ. മനുഷ്യൻ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ താടിയെല്ലിലെ മസിലുകളുടെ വലുപ്പം കുറഞ്ഞു. ഇത് കാരണം തലച്ചോറിന് വളരാനുള്ള സ്പേസ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിലെ താപനിലയിലുള്ള വ്യത്യാസവും തലച്ചോറിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ചില ഗവേഷകർ പറയുന്നത്. ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യൻ പലായനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചില ആളുകൾ യൂറോപ്പിലേക്കും ചില ആളുകൾ ഏഷ്യയിലേക്കും പോയപ്പോൾ പല സ്ഥലങ്ങളിലെയും കാലാവസ്ഥകൾ പലതായിരുന്നു.
ചില സ്ഥലങ്ങളിൽ തണുപ്പും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചൂടുമായിരുന്നു. ഈ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും മനുഷ്യനെ സംരക്ഷിച്ചത് അവൻ്റെ വസ്ത്രങ്ങളായിരുന്നു. കൊടും തണുപ്പുള്ള കാലാവസ്ഥകളിലും അതുപോലെ തന്നെ കൊടും ചൂടുള്ള കാലാവസ്ഥകളിലുമാണ് മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തത്. അത്രയും ദൂരം പലായനം ചെയ്തത് കൊണ്ട് തന്നെ മനുഷ്യന് ഒരിക്കലും വസ്ത്രങ്ങളില്ലാതെ ഈ പലായനങ്ങൾ സാധ്യമായിട്ടുണ്ടായിരിക്കില്ല. ഐസ് ഏജിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ സൈബീരിയയിൽ ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്ന തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും അവർക്ക് വസ്ത്രങ്ങളില്ലാതെ അവിടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. കൊടും തണുപ്പുള്ള ബേറിംഗ് കടലെല്ലാം 20,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കടന്നുകൊണ്ട് അമേരിക്ക എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് വസ്ത്രങ്ങളില്ലാതെ ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. 4 കാലിൽ നടന്നിരുന്ന മനുഷ്യർ 2 കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ അവർ വേട്ടയാടാൻ പോകുമ്പോൾ അവരുടെ ശരീരത്തിന് ആവശ്യമായ സംരക്ഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ ശരീരഭാഗങ്ങൾ അവരുടെ വേട്ടയാടലിനെ ഒരു ഡിസ്റ്റർബൻസായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിരിക്കാം. പിന്നീട് ഒരുപാട് കാലങ്ങൾ കടന്നുപോയപ്പോൾ വസ്ത്രം ധരിക്കുക എന്നത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. എന്തിനാണ് മനുഷ്യൻ വസ്ത്രം ധരിച്ചത് എന്നാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും എന്ന് മുതലാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞില്ല. ഏകദേശം 1,70,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ മനുഷ്യൻ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. വസ്ത്രങ്ങൾ തയ്ക്കാനുള്ള സൂചികൾ 40,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പുരാവസ്തു ഗവേഷകർക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില പഠനങ്ങൾ പറയുന്നത് 1,70,000 വർഷം മുമ്പ് തന്നെ മനുഷ്യൻ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു എന്നാണ്. വസ്ത്രങ്ങളുടെ ഫോസിലുകൾ കിട്ടാതെ 1,70,000 വർഷം മുമ്പ് മുതൽ തന്നെ മനുഷ്യൻ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് ഗവേഷകർ എങ്ങനെയാണ് എത്തിയത്? ഈ ഒരു നിഗമനത്തിലേക്ക് മനുഷ്യൻ എത്തുന്നത് ഒരു ജനറ്റിക് സ്റ്റഡിയിലൂടെയാണ്. ബെഡ് ബഗ്, അതായത് മൂട്ടയിൽ നടത്തിയ ജനറ്റിക് സ്റ്റഡി. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വസ്ത്രങ്ങളൊന്നും ധരിക്കാതിരുന്ന കാലത്ത്, ശരീരത്തിൽ രോമങ്ങൾ നിറഞ്ഞിരുന്ന കാലത്ത് ഈ മൂട്ടകൾ മനുഷ്യൻ്റെ ശരീരത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നീട് ശരീരത്തിലെ രോമങ്ങൾ മെല്ലെ മെല്ലെ കൊഴിഞ്ഞുപോയി മനുഷ്യൻ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവ മെല്ലെ മനുഷ്യൻ്റെ വസ്ത്രങ്ങളിലേക്ക് മാറി. ഇത് മൂട്ടയിൽ ജനറ്റിക്കലി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നടന്നത് 1,70,000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇങ്ങനെയാണ് 1,70,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.